ഹലോ ഹബീബുകളെ, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നമുക്ക് അതിമനോഹരവും ഗംഭീരവും പ്രൗഢവുമായ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകൾ കണ്ടാലോ? ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങളെ ഫാമിലിയും ചേർന്ന് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോയി. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. കർണാടകയിലെ കൂർഗിനടുത്ത് ബൈലക്കുപ്പയിലെ പ്രശസ്തമായ നോംടൊലിംഗ് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇന്ത്യയിലാണോ അതോ തിബറ്റിലാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു തിബറ്റൻ വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. തിബറ്റൻ ബുദ്ധമതത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഠന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. 1963 അഭിവന്ദ്യനായ പെനോർ റിംപോച്ചെ വെറും 300 രൂപയുമായി വന്ന് മുള കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ കുഴിയിൽ നിന്നാണ് ഈ മഹാക്ഷേത്രത്തിന് തുടക്കമിട്ടത്. കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 5000-ലധികം ബുദ്ധസന്യാസിമാർ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുവരെഴുത്തുകളാണെങ്കിലും ചുവർചിത്രങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. ബുദ്ധസന്യാസിമാരുടെ ഒരുപാട് പ്രതിമകളെല്ലാം ഇതിനുള്ളിലുണ്ട്. എല്ലാം തനി സ്വർണത്തിൽ തീർത്തത്. ഇതിൻ്റെ ചിത്രപ്പണികൾ തന്നെയാണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഗംഭീരമാണ്. നമുക്ക് ഫാമിലി മൊത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നടന്ന് കാണുവാനുണ്ട് കേട്ടോ. ഇതിൻ്റെ നിർമ്മിതി തന്നെയാണ് അത്രയ്ക്ക് മനോഹരമായി തോന്നുന്നത്. സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തിരികൾ കത്തിച്ച ഒരു ചാപ്പ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. എല്ലാം ഒരേ അളവിൽ തീർത്ത ചിറാതുകൾ എന്ത് മനോഹരമായി കത്തുന്നതല്ലേ. തിബറ്റൻ ബുദ്ധമതത്തിലെ ന്യൂങ്മ പരമ്പരയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അധ്യാപന കേന്ദ്രമാണ് കേട്ടോ ഇത്. ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തിബറ്റൻ അഭയാർത്ഥി ക്യാമ്പ് കൂടിയാണ് കേട്ടോ ഇത്. ഇത് കർണാടകയിലെ മൈസൂർ ജില്ലയിലെ ബൈരക്കുപ്പ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ മനോഹരമായ ബുദ്ധപ്രതിമകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ഗോപുരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മളെ വരവേൽക്കുന്നത് 40 അടി ഉയരമുള്ള 3 ഭീമാകാരമായ സ്വർണ്ണ ബുദ്ധ പ്രതിമകളാണ് കേട്ടോ. ബുദ്ധഭഗവാൻ, അതുപോലെ ഗുരു പത്മസംഭവ, അമിതായൂസ് എന്നിവരുടെ പ്രതിമകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. എങ്കിലും ഇവിടുത്തെ ചിത്രപ്പണികൾ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കാണണം കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് വന്ന് കാണുന്നത്. എല്ലാം സ്വർണത്തിൽ തീർത്ത അതിഗംഭീരമായ ശില്പങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാം. അതുപോലെ ഇവിടത്തേക്ക് കയറുവാൻ നമുക്ക് ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഡൊണേഷന് വേണ്ടിയുള്ള ബോക്സുകൾ അവിടെ ഇവിടെയൊക്കെയായി നമുക്ക് കാണാം. നമുക്ക് കയ്യിലുള്ളത് എന്താണോ അത് നമുക്കവിടെ ഡൊണേറ്റ് ചെയ്യാം, അത്രമാത്രം. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയും എന്താ പറയാമെന്നറിയില്ല, അത്രയ്ക്ക് മനോഹരമായും പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത്ര കളർഫുള്ളായിട്ടുള്ള ഇത് സിംഹത്തിൻ്റെ പ്രതിമയാണോ എന്താണെന്നറിയില്ല. അതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനും അതുപോലെ നമുക്ക് കുറച്ച് സമയം ഈവനിങ്ങൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പാർക്ക് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കുളമാണ് ഈ കാണുന്നത്. ഈ കുളത്തിൽ എന്തോ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. എന്തോ ആചാരത്തിൻ്റെ ഭാഗമായിരിക്കും എന്ന് കരുതാം. പൂച്ചെടികൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു ഉദ്യാനം തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. വാക്കിംഗ് ഏരിയയും അതുപോലെ കുളവും ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്നത്. പഴമയുടെ അതേ തനിമയിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ബുദ്ധ മന്ദിരം തന്നെയാണിത്. ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ കാണാനിവിടെ എത്തിച്ചേരുന്നത്. ദക്ഷിണേന്ത്യയിലെ മിനി ടിബറ്റ്
എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അതുപോലുള്ള ഇവിടെയുള്ള ആശ്രമത്തിലെ സന്യാസിമാരോട് സംസാരിക്കുമ്പോഴും എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാനും എല്ലാം അവർക്ക് വളരെയധികം താല്പര്യമാണ് കേട്ടോ നമ്മളോട് സംസാരിക്കാൻ തന്നെ. ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ കന്നഡ എല്ലാ ഭാഷയിലും അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ ബൈ.